ഇന്ന് സോയാബീനും കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മസാല ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സോയാബീൻ എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ ഇതിൻ്റെ നമുക്ക് മസാല റെഡിയാക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് നമുക്ക് ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചേർക്കാം. കസ്തൂരി മേത്തി എന്ത് വേണമെങ്കിലും ചേർക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ആ ടേസ്റ്റാണ് വേണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് മസാല റെഡിയാക്കാം. പിഴിഞ്ഞെടുക്കാം. ഒരു 3-4 വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കണം. ഇത് ഹൈലി പ്രോട്ടീനാണ്. നോൺ വെജ് ഒന്നും ഉപയോഗിക്കാത്തവർക്ക് ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നാല് പ്രാവശ്യം കഴുകിയിട്ട് പിഴിഞ്ഞെടുത്ത സോയയാണ് ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് വറ്റൽമുളക് ഉപയോഗിക്കുന്നത് ഇതുപോലെ കഴുകി ഉണക്കി നന്നായിട്ട് ഉണക്കി ഇതുപോലുള്ള ടിന്നുകളിൽ വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ മിക്സിക്കകത്ത് അരച്ചെടുക്കും. അപ്പോൾ ഈ മുളകിൻ്റെ ഒന്നും മണം പോകാതിരിക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ്. ആ തൊലിയൊക്കെ നന്നായിട്ട് അരയുമ്പോൾ നല്ലൊരു കൊഴുപ്പും കിട്ടും. ആദ്യം മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പിരിയമുളക് ആയതുകൊണ്ട് പാണ്ടിമുളകിനെ പോലല്ല, നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പിരിയമുളക് ആകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവും അധികമില്ല, കാണാനും നല്ല ഭംഗിയായിരിക്കും. കറികൾക്ക് നല്ല കൊഴുപ്പും കിട്ടും. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഇടാം, നമുക്ക് ഇഷ്ടമുള്ളത്. അടച്ചു. സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്.